ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹാലൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ബർത്ത്ഡേ വീഡിയോയുടെ പാർട്ട് 2 ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ അതിൻ്റെ സത്യം പറഞ്ഞാൽ കുറേ ലേറ്റായി. കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയും കുറേ ആൾക്കാർ, എൻ്റെ ക്ലാസ്സിലുള്ള കുറേ പേര് ചോദിച്ചു അതിന് സെക്കൻഡ് പാർട്ട് ഇടുന്നില്ലേ എന്ന്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കേട്ടപ്പോൾ ഈ നമ്മുടെ വീഡിയോ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ഒരു ഹാമ്പർ പോലെ എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏർലി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നല്ല ഹാപ്പി ആയിട്ട് എഴുന്നേക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ച് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ കാർഡാണ്. അതിൽ മെസ്സേജ് കാണിച്ചു തരത്തില്ല, ദാറ്റ് ഈസ് സീക്രട്ട്. പിന്നെ ഇതിനകത്ത് ഒരു ബുക്ക് അച്ഛനും ഒരു ബുക്ക് അമ്മയും, ഒരെണ്ണം അമ്മയും കൂടെ വാങ്ങി തന്നിട്ടുള്ളതായിരുന്നു. ഇത് KR മീരയുടെ ഖബർ എന്ന് പറഞ്ഞ ബുക്കാണ്. ഇത് ഞാൻ കുറച്ച് വായിച്ചു, ഒരു പകുതി ആയില്ല, കാൽഭാഗത്തോളം വായിച്ചു. എനിക്ക് വായിച്ചത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ഇത് ഞാൻ വായിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് മറ്റേത് കഴിഞ്ഞിട്ട് ഇത് വായിക്കും. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ 3 ഗിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് കാർഡ്, രണ്ടാമത്തേത് ഈ ഒരു ട്രിങ്കറ്റാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ സിൽവർ കളറൊക്കെ കൊടുത്തു. ഇത് സത്യം പറഞ്ഞാൽ ക്ലേ ആണ്. ഒരു കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഞാൻ അവിടെ വേറൊരു ക്ലേ ഫിഗറിന് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് എൻ്റെ കേക്കിൻ്റെ കളറ് ഇത് എല്ലാം ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമായിരുന്നു. അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. ഞാനിപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതും ബ്ലൂ ആൻഡ് വൈറ്റ് ആയിരുന്നു ഞാൻ റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ ക്യാമറയിൽ അതിൻ്റെ ഒരു ഭംഗി അത്രയ്ക്ക് കാണുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അത് സെറ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ എംറ്റി ആയിട്ടിരുന്നപ്പോൾ എനിക്ക് അടുത്ത് ഇത് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓണത്തിന് നമ്മുടെ പരിപാടിക്ക് പ്രൈസ് കിട്ടിയതാണ് പള്ളിയിൽ നിന്ന്. അപ്പം ആ ഒരു റോസറി ഒരു ഇതായിട്ട് ഞാൻ എടുത്ത് വെച്ചാണ്, ബർത്ത്ഡേക്ക് അല്ലേന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ഉദ്ഘാടനം ആവട്ടെ എന്ന് വിചാരിച്ചാൽ റോസറി എടുത്ത് വെച്ചാണ്. നെക്സ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. ഇത് ചെയ്യാൻ കുറേ സമയം എടുത്തെങ്കിലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ്. അതൊരു ലൈറ്റ് ബ്ലൂവും പർപ്പിളും ഇങ്ങനെ ഒരു 2 ഷെയ്ഡ് വരുന്നൊരു കളറാണ് താഴത്തെ പാലറ്റ്. ഒരു കേക്കും 2 ഗിഫ്റ്റ് ബോക്സും, പിന്നെ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പിങ്ക് കളറൊക്കെ എഴുതി ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഒരു ബർത്ത്ഡേയുടെ തൊപ്പിയും, അങ്ങനെ നല്ല രസമായിരുന്നു. ഞാൻ അതിനൊരു സിൽവർ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷൈൻ നല്ലോണം വരുന്നുണ്ടായിരുന്നു. അടിയിൽ കളർ ചെയ്തിട്ടില്ല ഗൈസ്. അത് ഞാൻ ഇങ്ങനെ എടുത്ത് തിരിച്ച് കാണിച്ചപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് കണ്ടില്ലേ ചോക്ലേറ്റ് കേക്ക്, എൻ്റെ കേക്കിൻ്റെ സോറി ഗൈസ്, അനിയത്തി വന്നതാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കായിരുന്നു ഇതിനകത്ത് കൊടുത്തിരുന്നത്. അതും ഒരു കോയിൻസിഡൻസ് ആയിരുന്നു, ബിക്കോസ് എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് ചോക്ലേറ്റ് കേക്കായിരുന്നു. നമ്മൾ ഫസ്റ്റ് വേറൊരു ഫ്ലേവറാണ് പറഞ്ഞത്, പക്ഷേ പിന്നെ നമ്മൾ ഗ്രാജ്വലി അത് ചോക്ലേറ്റ് കേക്കാക്കി കുറച്ച് കാരണങ്ങൾ മൂലം. അപ്പോൾ ഞാനത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ വീഡിയോസ് എല്ലാം ക്ലിപ്പിങ്സ് ആഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ഗിഫ്റ്റ്. സെക്കൻഡ്, ഇത് എനിക്ക് അമ്മ വാങ്ങിത്തന്ന ഡ്രസ്സാണ്. ഒരു സ്ലീവ്ലെസ് ഇങ്ങനത്തെ ഒരു ഫ്രോക്കും ഡ്രസ്സാണിത്. ആ ഒരു ഫ്രോക്കും പിന്നെ ഒരു ഹാഫ് സ്ലീവ് ഉള്ളൊരു മേളിലിടുന്നൊരു ടോപ്പും അതിൻ്റെ കൂടെ ഒരു ആക്സസറിയും. ഇതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വാവയെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് വാവ. മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അവളുടെ ബാപ്റ്റിസത്തിന് രാവിലെ എൻ്റെ ബർത്ത്ഡേ അന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മിക്കു വാവയുടെ ബാപ്റ്റിസത്തിന് പോയപ്പോഴും ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അതേപോലെ അന്ന് ഞാൻ കേക്ക് കട്ട് ചെയ്തപ്പോഴും ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ഷോ ഓഫാണ് ഗൈസ്. ഇത് ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനായിട്ട് കുറയ്ക്കണ്ട, ഞാൻ എൻ്റെ ഡ്രസ്സ് നിങ്ങനെ കാണിച്ചൊക്കെ തരാം. ഞാൻ കാണിച്ചു തരാണ്. ഇത് 2 പീസാണ്, അവിടെ ഒരു ആക്സസറി ഉണ്ട്, ഇവിടെ ഒരു വള്ളിയുണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാണ്. ഡ്രസ്സിൻ്റെ ഇങ്ങനെ ഡ്രസ്സ് പോലെ നീളമുണ്ട്, ഇങ്ങനെയെല്ലാം ഞാൻ കാണിച്ചു തരുവാണ്. എനിക്കാണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര കംഫർട്ടബിളായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ 2 ഡ്രസ്സും വേറൊരു ഡ്രസ്സുണ്ട് അപ്പ മേടിച്ചു തന്ന ഡ്രസ്സ്, രണ്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ഹാപ്പി ഡാൻസാണത്. ഇത് അപ്പ വാങ്ങിത്തന്ന ഡ്രസ്സാണ്. ഇത് 1 പീസാണ്, അതും ഹാഫ് സ്ലീവ് ഡ്രസ്സാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ സ്ലീവൊക്കെ എനിക്കാണെങ്കിൽ ആ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ ഡ്രസ്സ് അങ്ങനെ എനിക്കില്ല. ആ ഒരു വൈറ്റ് കോംബോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അതിൻ്റെ അടിയിലാണെങ്കിൽ ഒരു ബനിയൻ ക്ലോത്ത് വെച്ചിട്ടാണ് ലൈനിങ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. എനിക്ക് 2 ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇങ്ങനെ കുറച്ച് ബട്ടൺസൊക്കെ വെച്ചിട്ട് ഇത് ഒറ്റ പീസാണ് കേട്ടോ. ഇത് ഗൈസ് അറിയാതെ ഞാൻ കൊണ്ട് കഴുകാനിട്ടപ്പം 10-20 ടാഗ് ഉണ്ടായിരുന്നു ചുറ്റിനും എല്ലാം കൂടെ. അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ അകത്തെ ടാഗ് ഞാൻ കണ്ടില്ല ഗൈസ്. ഇതാണെങ്കിൽ അമ്മ എടുത്തപ്പോൾ അമ്മയും കണ്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇത് ഒറ്റ പീസാണ്,
അതൊക്കെ ഞാൻ കാണിച്ചു തരികയാണ്. അങ്ങനെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു തംസപ്പാണ് നിങ്ങൾ കണ്ടത്. സൂപ്പർബായിരുന്നു രണ്ടും. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് ദ തേർഡ് ഗിഫ്റ്റ്. ദിസ് ഇസ് ഫ്രം സിംഗപ്പൂർ ഗൈസ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. അങ്ങനെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ഇത് സിംഗപ്പൂരിൽ നിന്ന് അവൾ കൊണ്ടുവന്ന് തന്നതാണ്. അതൊരു ക്യൂട്ട് ഡാർക്ക് ഗ്രീൻ ഡിനോസറും പിന്നെ ഒരു ചെറിയൊരു ലീഫും പിന്നെ ഇത് ഇവിടെ എന്തോ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്തുവാന്ന്. പിന്നെ അവിടെ താഴെ ഒരു ടാഗിൻ്റെ അവിടെ താഴെയും ആ ഒരു ഡിനോസറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സിംഗപ്പൂരിൽ നിന്നായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കീ ചെയിനും ആ സിലിക്കോൺ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. നല്ലതാണത്. സൂപ്പർബായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര തിക്കായിട്ട് അതിങ്ങനെ നിൽക്കും. ഈ ഡിനോസർ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കും കേട്ടോ. അത് നല്ല രസമായിരുന്നു. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നതും ഉണ്ട്, അല്ലാതെ നമ്മുടെ കീ ചെയിൻ റൗണ്ടും ഉണ്ട്. ഞാൻ ഇതിൻ്റെ ബാഗിൽ ഓൾറെഡി ഇപ്പോഴും എൻ്റെ ബാഗിൽ ഈ കീ ചെയിനാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഈ കീ ചെയിൻ ഒന്ന് ഇടാൻ വേണ്ടി കാണിച്ചു തരുവാണ്. ഒരു കയ്യിൽ ക്യാമറയും അടുത്ത കയ്യിൽ കീ ചെയിനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ കൊടുത്തിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ സ്പീഡപ്പ് ആക്കുന്നത്. അങ്ങനെ ഒടുവിൽ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഞാൻ അങ്ങനെ അത് ഇട്ടിട്ടുണ്ട് ഗൈസ്. എനിക്ക് എന്തായാലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. സൂപ്പർബായിരുന്നു. എടാ താങ്ക് യു സോ മച്ച്. ബിക്കോസ് സിംഗപ്പൂരിൽ നിന്നൊക്കെ ഒരു ഗിഫ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അത് അൺഎക്സ്പെക്റ്റഡും കൂടായിരുന്നു. ഇത് അവൾ അതേസമയം എൻ്റെ അനിയത്തിക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടും ഒരു ബോബാട്ടിയൊക്കെ കുടിക്കുന്ന യമ്മി ഫുഡ് എന്നൊക്കെ എഴുതിയ ടാഗായിരുന്നു അതിനകത്തുള്ളത്. അതിനകത്ത് ഒരു ബിയറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ബോബാട്ടി കുടിക്കുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബിയർ, ഒരു ബെയറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ബോബാട്ടിയുടെ ഒരു സിലിക്കോൺ പിക്ചറും. അതും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതും റിങ്ങും ഉണ്ട്, ആ ഒരു ക്ലിപ്പും ഉണ്ട്. ആ ക്ലിപ്പുള്ളത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാര്യം പെട്ടെന്ന് ബാഗ് മാറ്റുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ അതും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് അനിയത്തിക്ക് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എടാ താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് കൂടാതെ തന്നെ വിഷ് ചെയ്ത കുറേ പേര് വിഷ് ചെയ്തു. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. പിന്നെ ഇതല്ലാതെ എൻ്റെ ക്ലാസ്സിലെ ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടി എനിക്ക് ഒരു ചോക്ലേറ്റ് ഡയറി മിൽക്ക് തന്നായിരുന്നു. പിന്നെ എൻ്റെ പള്ളിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ബിയ എനിക്ക് 2 പെന്ന് ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇടാൻ കുറച്ചധികം ലേറ്റായിപ്പോയി. വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരോടും സോറി. പിന്നെ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.